ആരാണ് ഗോട്ട്? ഫുട്ബോളിലെ ഓരോ ആരാധകരും തമ്മിൽ തർക്കിക്കുന്ന ഏക കാര്യമാണിത്. സം പീപ്പിൾ ടാൾക്ക് അബൌട്ട് ലയണൽ മെസ്സി ആൻഡ് സം പീപ്പിൾ ടാൾക്ക് അബൌട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ. നമുക്ക് ഫുട്ബോളിലെ കുറച്ച് സ്റ്റാറ്റുകൾ വെച്ച് കണക്ക് കൂട്ടിയാലോ ആരാണ് റിയൽ ഗോട്ട് എന്ന് നോക്കാൻ വേണ്ടി. ആദ്യം തന്നെ ഇങ്ങനത്തെ ഡെയിലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മളെ വീഡിയോ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ്. പിന്നെ മെസ്സി ഓർ റൊണാൾഡോ, ഹു ഈസ് യുവർ ഫേവറേറ്റ് ഒന്ന് കമന്റ് ചെയ്യാനും മറക്കാം. നമുക്ക് ഇന്റർനാഷണൽ തലത്തിൽ തന്നെ ഇതൊന്ന് കണക്ക് കൂട്ടാം. ലേറ്റസ്റ്റ് ആയിട്ട് ലയണൽ മെസ്സി നേടിയ ഇന്റർനാഷണൽ കിരീടം അത് കോപ്പ അമേരിക്കയാണ്. തന്റെ 36 വയസ്സിലും അർജന്റീനയുടെ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ഫൈനലിൽ കൊളംബിയയെ തോൽപ്പിച്ച അർജന്റീനയ്ക്ക് വേണ്ടി കോപ്പ അമേരിക്ക കിരീടം തുടർച്ചയായി 2ാം തവണയും ഉയർത്തി. ആസ് വെൽ ആസ് മെസ്സി ആ സീസണിൽ നല്ല ഫോം ഔട്ട് ആയിരുന്നു. അദ്ദേഹത്തിന് ആ ടൂർണമെന്റിൽ നേടാൻ സാധിച്ചത് ഒരു ഗോളും ഒരു അസിസ്റ്റും മാത്രമാണ്. ഇനി ക്രിസ്ത്യാനോ ലേറ്റസ്റ്റ് ആയിട്ട് നേടിയ യുഎഫ നാഷൻസ് ലീഗ് കിരീടത്തെ പറ്റി നമുക്ക് നോക്കാം. 9 മത്സരങ്ങളിൽ നിന്നും 8 ഗോളും ഒരു അസിസ്റ്റും. അതും ക്യാപ്റ്റൻ 40-കാരനായിട്ടുള്ള ക്രിസ്ത്യാനോയുടെ പോർച്ചുഗൽ സെമി ഫൈനലിൽ ശക്തരായിട്ടുള്ള ജർമ്മനിയെയും ഫൈനലിൽ യുവാക്കളെ കൊണ്ട് കളിക്കാൻ ഇറങ്ങിയ സ്പെയിനെയും തകർത്താണ്. ഇതേ ഫോമായിരുന്നു ലയണൽ മെസ്സി കഴിഞ്ഞ വേൾഡ് കപ്പിലും. പക്ഷെ ക്രിസ്ത്യാനോ കഴിഞ്ഞ യൂറോ കപ്പിൽ ഫോം ഔട്ട് ആയിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഗോട്സിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല. ഫുട്ബോൾ ലോകം ഇതുവരെ കണ്ട ഏറ്റവും മികച്ച 2 പ്രതിഭകളാണ് ക്രിസ്ത്യാനോയും ലയണൽ മെസ്സിയും. നമുക്കുള്ള ഏക വഴി എന്നത് അവരിരുവരും ഇനി ഫുട്ബോളിൽ നിന്നും വിട വാങ്ങാൻ കുറച്ച് നാളുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ കുറച്ച് നാളുകൾ നമ്മൾ യഥാർത്ഥ ഫുട്ബോൾ ആരാധകനായിക്കൊണ്ട് അവരിരുവരുടെയും കളി നമ്മൾ ആസ്വദിക്കുക എന്നുള്ളത് മാത്രമാണ്.